യുദ്ധങ്ങളും അതിക്രമങ്ങളും ലോകത്ത് ഇന്നും തുടരുന്നൊരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. സമ്പത്തിനും അധികാരത്തിനും വേണ്ടി മനുഷ്യൻ അവൻ്റെ സഹജീവികളെ തന്നെ കൊന്നു തള്ളുന്ന കാഴ്ച. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചത്. അണുബോംബ് വർഷിച്ചതിൻ്റെ വാർഷികമായി 2025 ആഗസ്റ്റ് 6-ന് 80ാമത് ഹിരോഷിമ ദിനം ആചരിക്കുകയാണ്. അറിയാം ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും കഥ ഇൻഫോ ഡെസ്കിലൂടെ. 1945 ഓഗസ്റ്റ് 6-ന് രാവിലെ 8:15-ന് ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. 1945 ജൂലൈ 25-ന് അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖലാ കമാൻഡർ ജനറലായ കാൾ സ്പോർട്സിന് ജപ്പാനിലെ 2 നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. 40,000-ഓളം ജപ്പാനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. ജനറൽ പോൾ ടിബറ്റ്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗേയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിൻ്റെ പേര്. യുറേനിയം 235 ഐസോട്ടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് 12,500 ടൺ TNTയുടെ പ്രേരശേഷി ഉണ്ടായിരുന്നു. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ച സ്ഫോടനത്തിൽ 1,40,000-ഓളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ബോംബ് വർഷത്തിൻ്റെ റേഡിയേഷൻ പിന്നെയും പതിറ്റാണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി. റേഡിയേഷൻ അതിപ്രസരത്തിൽ 1.5 ലക്ഷത്തോളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി. അതിലും ഇരട്ടി ആളുകൾ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആണവായുധം പ്രയോഗിച്ച 2ാമത്തെ നഗരമാണ് നാഗസാക്കി. ഓഗസ്റ്റ് 6-ന് അണുബോംബ് ആക്രമണത്തിലൂടെ ഹിരോഷിമയെ ചാമ്പലാക്കിയ ശേഷം 9-ന് നാഗസാക്കിയിലും അമേരിക്ക ബോംബ് വർഷിക്കുകയായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് 40,000-ലേറെ മനുഷ്യജീവനുകളാണ് നാഗസാക്കിയിൽ പൊലിഞ്ഞത്. ജപ്പാൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് ബോംബ് വർഷിച്ച വർഷം മാത്രയിൽ 80,000-ലേറെ ആളുകൾ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 10 മടങ്ങ് ആളുകൾ ദുരന്തത്തിൻ്റെ കെടുതികൾ ഇന്നും അനുഭവിക്കുന്നു. ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് നാഗസാക്കി കണ്ടെത്തിയത്. നേരത്തെ ഇത് നിഷിസെനോഗി ജില്ലയുടെ ഭാഗമായിരുന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഈ നഗരം യൂറോപ്യന്മാരുടെ പ്രധാന താവളമായിരുന്നു. ആദ്യ സിനോ ജാപ്പാനീസ് യുദ്ധത്തിലും റഷ്യ ജാപ്പാനീസ് യുദ്ധത്തിലും ജാപ്പാനീസ് ഇമ്പീരിയൻ നേവിയുടെ കേന്ദ്രമായിരുന്നു ഇവിടം. ഹിരോഷിമയും നാഗസാക്കിയും നമ്മെ പഠിപ്പിച്ചത് ഇനിയൊരു യുദ്ധം വേണ്ട. അതെ, ആണവായുധ പ്രയോഗത്തിൻ്റെ ഇരകളായി ഇന്നും ജനിച്ചു വീഴുന്ന കുട്ടികളിൽ ജനിതക വ്യതിയാനം കാണുന്നത് വിഷമകരമായ കാഴ്ചയാണ്. ഇനിയൊരു മഹായുദ്ധമുണ്ടാകരുത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം.